പ്രൈസ് ലോർഡ്. ഈ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇന്ന് നാം ഒരുമിച്ച് ചിന്തിക്കുന്നത് ദൈവിക സമാധാനത്തെ കുറിച്ചാണ്. അതിനായി യോഹന്നാൻ എഴുതിയ സുവിശേഷം 14-ാം അധ്യായം 27-ാമത്തെ വാക്യം, സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു, എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു. ലോകം തരുന്നത് പോലെയല്ല ഞാൻ നിങ്ങൾക്ക് തരുന്നത്. നിങ്ങളുടെ ഹൃദയം കലങ്ങരുത്, ഭയപ്പെടുകയുമരുത്. നമ്മുടെ ജീവിതത്തിൽ ഇന്ന് നാം ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് എന്താണ്? ഉത്തരം ഒന്നേയുള്ളൂ, സമാധാനം. ലോകം നമുക്ക് നൽകുന്ന സമാധാനം സാഹചര്യങ്ങളെ ആശ്രയിച്ചുള്ളതും താൽക്കാലികവുമാണ്. ബാങ്ക് ബാലൻസ് ഉള്ളപ്പോൾ, രോഗമില്ലാത്തപ്പോൾ, എല്ലാം ശുഭകരമായി നടക്കുമ്പോൾ മാത്രം അനുഭവപ്പെടുന്ന ഒന്നാണത്. എന്നാൽ യേശു വാഗ്ദാനം ചെയ്യുന്നത് എൻ്റെ സമാധാനം എന്നാണ്. ലോകത്തിന് തരാൻ കഴിയാത്ത, ലോകത്തിന് എടുത്തു മാറ്റാൻ കഴിയാത്ത ദൈവിക സമാധാനം. എന്താണ് ഈ സമാധാനത്തിന്റെ പ്രത്യേകത? കൊടുങ്കാറ്റിന്റെ നടുവിലും ശാന്തമായിരിക്കാൻ കഴിയുന്ന ഒന്നാണിത്. പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞതുപോലെ സകല ബുദ്ധിയും കഴിയുന്ന ദൈവിക സമാധാനം. പൗലോസും ശീലാസും ജയിലിൽ അടക്കപ്പെട്ടു, കൈകാലുകൾ ബന്ധിക്കപ്പെട്ടു, വേദനയിലും ഇരുട്ടിലുമായിരുന്നു. എന്നാൽ അർദ്ധരാത്രി അവർ കരഞ്ഞില്ല, പരാതി പറഞ്ഞില്ല, അവർ ദൈവത്തെ പാടി സ്തുതിച്ചു. സാഹചര്യം ജയിലിലായിരുന്നു, എന്നാൽ ഹൃദയം സമാധാനത്തിൽ നിറഞ്ഞിരുന്നു. അതാണ് ദൈവം തരുന്ന സമാധാനത്തിന്റെ ആഴം. നമ്മുടെ ഹൃദയം ഇന്ന് എന്തിനെയോർത്ത് കലങ്ങുന്നുണ്ടോ? നാളെക്കുറിച്ചുള്ള ആദി, തകർന്നുപോയ ബന്ധങ്ങൾ, സാമ്പത്തിക ഭാരങ്ങൾ, ഇവയുടെ നടുവിൽ കർത്താവ് ഇന്ന് നമ്മോട് പറയുന്നു, നിന്റെ ഹൃദയം കലങ്ങരുത്, ഭയപ്പെടുകയുമരുത്. യഥാർത്ഥ സമാധാനം വരുന്നത് പ്രശ്നങ്ങൾ ഇല്ലാതാവുമ്പോഴല്ല, മറിച്ച് സമാധാനപ്രദുവായ യേശു നമ്മുടെ ജീവിതത്തിന്റെ പടകിൽ കൂടെ ഉള്ളപ്പോഴാണ്. ഇന്നത്തെ ഈ പകൽക്കാലം നമുക്ക് പൂർണ്ണമായി ദൈവകരങ്ങളിൽ ഏൽപ്പിക്കാം. അവിടുന്ന് നമ്മുടെ ഹൃദയങ്ങളെയും ചിന്തകളെയും കാത്തുകൊള്ളും. ഈ വലിയ പ്രത്യാശയോടും വിശ്വാസത്തോടും കൂടെ ഈ പ്രഭാതത്തിൽ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. അസ്വസ്ഥമായ ഹൃദയങ്ങളിലേക്ക് അവിടുത്തെ സ്വർഗീയ സമാധാനം പകരണമേ. സാഹചര്യങ്ങൾക്കപ്പുറമായി അവിടുത്തെ സന്നിധിയിൽ സമാധാനത്തോടെ വിശ്രമിപ്പാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. അതിനുള്ള വലിയ കൃപയ്ക്കായി ഈ പ്രഭാതത്തിൽ വീണ്ടും ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹമാക്കുന്ന ദൈവകൃപയ്ക്കായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ഗോഡ് ബ്ലെസ് യു.